ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചില വാക്കുകളൊക്കെ നമ്മൾ അതിന്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും, പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തെറ്റിച്ച് ഉപയോഗിക്കാറുണ്ട്. ചില കാര്യങ്ങളുടെ മീനിങ് സെയിം ആയിരിക്കും, പക്ഷെ രണ്ട് സെൻസിലായിരിക്കും അത് ഉപയോഗിക്കുന്നത്. ഇതൊന്നും അറിയാതെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴേക്കും പലയിടങ്ങളിലും നമുക്ക് തെറ്റ് വരാറുണ്ട്. അപ്പൊ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കുമ്പോഴേക്കും അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ ക്ലാസ് അതിന്റെ സീരിയസ്നെസ്സോട് കൂടി കണ്ട് നമ്മൾ നമ്മുടെ സാധാരണ സംസാരത്തിൽ ഇതുപോലുള്ള തെറ്റുകൾ വരുത്തുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി നമ്മുടെ സംസാരം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. ഏറ്റവും ആദ്യത്തെ രണ്ട് പദങ്ങളാണ് ഗുഡ് ആൻഡ് വെൽ. ഗുഡ് ഉണ്ട്, വെൽ ഉണ്ട്, അല്ലെ? ഗുഡ്, വെൽ രണ്ട് പദങ്ങളാണ്. പക്ഷെ നമ്മൾ രണ്ടിന്റെയും അർത്ഥം എടുത്തു നോക്കുമ്പോഴേക്കും രണ്ടിന്റെയും അർത്ഥം എന്താണ്? നല്ലത്, നല്ല എന്നുള്ള അർത്ഥമാണുള്ളത്. പക്ഷേ രണ്ടും ഒരർത്ഥമാണെങ്കിലും ഉപയോഗ രീതിയിൽ വ്യത്യസ്തമാണ്. ഏറ്റവും ആദ്യത്തെ ഗുഡിന്റെ കാര്യം നമ്മൾക്ക് എടുത്തു നോക്കാം. ഗുഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അത് ഒരു നാമവിശേഷണം അല്ലെങ്കിൽ ആഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു പേരിനെ അല്ലെങ്കിൽ ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ അത് ഉപയോഗിക്കുമ്പോഴേക്കും അതിന്റെ അർത്ഥം വ്യത്യാസം വരും, അല്ലെ? നമ്മൾ നല്ലത് എന്ന് പറയുമ്പോഴേക്കും പക്ഷെ ഉപയോഗിക്കുന്നത് എന്തിന്റെ കൂടെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഐ ഈറ്റ് എ ഗുഡ് ആപ്പിൾ, ഞാനൊരു നല്ല ആപ്പിൾ ഭക്ഷിക്കുന്നു. അപ്പൊ ഇവിടെ ആപ്പിൾ എന്ന് പറയുന്ന ആ പദത്തിന്റെ മുമ്പിലായിട്ടാണ് നമ്മൾ ഗുഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആപ്പിൾ എന്ന് പറയുമ്പോഴേക്കും അത് നമ്മൾ എടുത്തു നോക്കുമ്പോഴേക്കും അതെന്താണ്? അത് നൗൺ ആണോ അല്ലെങ്കിൽ വെർബാണോ എന്ന് നോക്കുക. അപ്പൊ എന്താണ്? നൗൺ ആണ്, അല്ലെ? ആപ്പിൾ എന്ന് പറയുന്ന ഒരു നാമമാണ്, ഒരു വസ്തുവിന്റെ പേരാണ്. അപ്പൊ അതുകൊണ്ട് അതിന് ഫ്രണ്ടിൽ വന്നിരിക്കുന്നതുകൊണ്ട് ഇത് നല്ല എന്നുള്ളതിൽ അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഗുഡ് ആണ് നമ്മൾ ഒരു നൗണിന്റെ മുമ്പിൽ ഉപയോഗിക്കേണ്ടത്. ഇവിടെ വെൽ ആപ്പിൾ എന്ന് നമുക്ക് പറയാൻ പാടില്ല, അതിന് പകരം ഗുഡ് ആപ്പിൾ എന്നേ പറയാൻ പാടുള്ളൂ, അല്ലെ? ഞാനൊരു നല്ല മനുഷ്യനാണ് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയാണ് എന്ന് പറയുമ്പോ എങ്ങനെ നമ്മൾ പറയുന്നത്? ഐ ആം എ ഗുഡ് പേഴ്സൺ അല്ലേ പറയുള്ളൂ. ഐ ആം എ ഗുഡ് പേഴ്സൺ. അപ്പൊ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള അർത്ഥമാണ് വരുന്നത്, അല്ലെ? അപ്പൊ അതൊരു നൗൺ ആണ്, ഒരു നാമമാണ്. അപ്പൊ അതിന് മുമ്പിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഗുഡ് ആണോ വെൽ ആണോ? അതിന്റെ മുമ്പിൽ ഉപയോഗിക്കേണ്ടത് നമ്മൾ ഗുഡ് ആണ്, അല്ലെ? നാമത്തിന് മുമ്പിൽ എപ്പോഴും നമ്മൾ ഗുഡ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അവൾ ഒരു നല്ല സ്ത്രീയാണ്. ഷീ ഈസ് എ ഗുഡ് വുമൺ. കണ്ടോ? അപ്പൊ ഈ രീതിയിൽ ശ്രദ്ധിച്ച് പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ വെൽ എന്ന് പറയുന്ന ഒരു വാക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ വെൽ എപ്പോഴും ഉപയോഗിക്കുന്നത് എന്തായിട്ടാണ്? ഒരു ക്രിയാവിശേഷണമായിട്ടാണ്, ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്ന വാക്കായിട്ടാണ് നമ്മൾ വെൽ ഉപയോഗിക്കുന്നത്. അതായത് ഒരു പ്രവൃത്തി നമ്മൾ ഏത് രീതിയിൽ ഏത് മാനറിൽ ചെയ്യുന്നു എന്ന് കാണിക്കുന്നതിനാണ് നമ്മൾ വെൽ എന്ന പദം ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ നന്നായി പാടുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പാടുക എന്നുള്ള വാക്കിന്റെ ഫ്രണ്ടിലാണ് നന്നായി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നന്നായി പാടുക എന്ന് പറയുമ്പോഴേക്കും അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വെൽ ആണ്, അല്ലെ? ഐ സിങ് വെൽ എന്നാണ് പറയുന്നത്. ഐ സിങ് വെൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആഡ്വർബ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ക്രിയാവിശേഷണം ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണ്? പ്രവൃത്തി ചെയ്തതിന് ശേഷം, അല്ലെ? പ്രവൃത്തിക്ക് ശേഷമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് മറ്റേ കേസിൽ വന്നപ്പോഴേക്കും നമ്മൾ നൗണിന് മുമ്പിലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ക്രിയക്ക് ശേഷമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ നന്നായി വരക്കുന്നു. വരക്കുക എന്നുള്ള വാക്ക് ഡ്രോ. ഐ ഡ്രോ വെൽ. ഐ ഡ്രോ വെൽ. അപ്പൊ ഇവിടെ വരക്കുക എന്ന് പറയുന്ന ആ പ്രവൃത്തിയാണ് ഇവിടെ വെൽ കൊണ്ട് നമ്മൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് എന്താണ്? ഇതൊരു ആഡ്വർബ് ആണ്. ഇത് വെൽ എന്ന പദമാണ് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായി. ഗുഡും വെല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത രണ്ട് വാക്കുകൾ നോക്കാം. അടുത്ത രണ്ട് വാക്കുകളാണ് അഫക്റ്റ് ആൻഡ് ഇഫക്റ്റ്. അഫക്റ്റും ഇഫക്റ്റും. അഫക്റ്റ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്? അത് ഒരു കാര്യത്തെ ബാധിക്കുക എന്നൊക്കെ പറയൂലേ, അഫക്റ്റ് ചെയ്യുക. അതൊരു പ്രവൃത്തിയുടെ ഇമ്പാക്റ്റ് ആയിട്ടാണ്, അല്ലെ? ഒരു പ്രത്യാഘാതമായിട്ട് ഒരു കാര്യം ബാധിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളെ അഫക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരു വെർബാണ് അഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സെന്റൻസുകളിലൊക്കെ വരുമ്പോഴേക്കും ഈ പ്രോബ്ലം ഈ പ്രശ്നം എന്നെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സെന്റൻസ് ആക്കുന്നത്? ഈ പ്രോബ്ലം, ദിസ് പ്രോബ്ലം ബാധിക്കുന്നു, അഫക്ട്സ്. കണ്ടോ? സിംഗുലർ ആണത്, അതുകൊണ്ടാണ് എസ് ചേർത്തിരിക്കുന്നത്. അഫക്ട്സ്. ദിസ് പ്രോബ്ലം അഫക്ട്സ്. ആരെ ബാധിക്കുന്നു? എന്നെ ബാധിക്കുന്നു. അപ്പൊ മീ.
This problem affects me. This problem affects me. ഇനി ഇതെന്നെ ബാധിക്കുന്നില്ല എന്നെങ്ങനെ നമ്മൾ പറയുന്നത്? ഇതെന്നെ ബാധിക്കുന്നില്ല എന്നെങ്ങനെ പറയും? This does not. ബാധിക്കുന്നില്ല എന്നുള്ളത് പറയും does not. This does not അല്ലെങ്കിൽ this problem does not. എങ്ങനെ ബാധിക്കുക? affect. This problem does not affect me. This problem does not affect me. ഇത് അവരെ ബാധിക്കും. ഇത് ഫ്യൂച്ചറിലാണ് പറയുന്നത്. ഇത് അവരെ ബാധിക്കും എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എങ്ങനെ പറയും? this. ഇവിടെ നമ്മൾ ദിസ് പ്രോബ്ലം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദിസ് പ്രോബ്ലം ദി ഫ്യൂച്ചറിൽ പറയുമ്പോഴേക്കും അവിടെ വിൽ ചേർക്കണം അല്ലെ. ദിസ് പ്രോബ്ലം വിൽ ബാധിക്കുക, അഫക്റ്റ്. ദിസ് പ്രോബ്ലം വിൽ അഫക്റ്റ്. ആരെയാണ് ബാധിക്കുന്നത്? അവരെ. അപ്പൊ അവരെ എന്നുള്ള വാക്ക് ഏതാണ്? them. This problem will affect them. അപ്പൊ അഫക്റ്റ് എന്ന് പറയുമ്പോ ബാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെ ഉപയോഗിക്കുന്നത്. അടുത്ത് നമ്മൾ ഇഫക്റ്റ് എന്ന് പറയുന്ന പദം. ഇഫക്റ്റ് എന്ന് പറയുമ്പോഴേക്കും അതൊരു നൗൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു നാമപദമാണ്. ഇഫക്റ്റ് എന്ന് പറയുമ്പോഴേക്കും അതിന്റെ അർത്ഥം ഫലം എന്ന് പറയുന്നതാണ്. ഫലം. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ട് അതിന്റെ ഫലം എന്നൊക്കെ പറയൂലേ, ആ രീതിയിലെ ഫലമാണ് ഇഫക്റ്റ്. അപ്പൊ സെന്റൻസുകളിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് നോക്കുക. ഈ പ്രവൃത്തിയുടെ ഫലം ഭയാനകമാണ്. ഈ പ്രവൃത്തിയുടെ ഫലം ഭയാനകമാണ്. ദ ഇഫക്റ്റ് ഓഫ് ദിസ് ആക്ഷൻ. ദി ഇഫക്റ്റ് ഓഫ് ദിസ് ആക്ഷൻ എങ്ങനെയുള്ളതാണ്? ഭയാനകം. അപ്പൊ ആ ഭയാനകം എന്ന് പറയുന്ന വാക്ക് ഏതാണ്? ഹൊറിബിൾ. ഓക്കെ, ദി ഇഫക്റ്റ് ഓഫ് ദിസ് ആക്ഷൻ ഈസ് ഹൊറിബിൾ. ദി ഇഫക്റ്റ് ഓഫ് ദിസ് ആക്ഷൻ ഈസ് ഹൊറിബിൾ. എന്തെങ്കിലും നല്ല ഫലമുണ്ടോ? എന്തെങ്കിലും നല്ല ഫലമുണ്ടോ എന്നൊക്കെ ചോദിക്കൂലേ. ഇപ്പൊ ഒരു കാര്യം വരുമ്പോഴേക്കും ഇത് ചെയ്താൽ എന്തെങ്കിലും നല്ല ഫലമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്തെങ്കിലും നല്ല ഫലമുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചോദിക്കുന്നത്? അപ്പൊ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്കത് ഇവിടെ നമ്മൾ ഈ ഒരു ഹെൽപ്പിംഗ് വെർബ് വെച്ചാണ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. ഒരു ഫലമുണ്ടോ, അപ്പൊ ഒരു സിംഗുലർ ആയതുകൊണ്ട് ഈസ്. ഈസ് ദർ. ഈസ് ദർ. ഈസ് ദർ എന്ത്? എനി, എന്തെങ്കിലും അല്ലെ. ഈസ് ദർ എനി നല്ല ഫലം? ഗുഡ് ഇഫക്റ്റ്. ഈസ് ദർ എനി ഗുഡ് ഇഫക്റ്റ്? ഈസ് ദർ എനി ഗുഡ് ഇഫക്റ്റ്? എന്തെങ്കിലും നല്ല ഫലം ഉണ്ടോ എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അഫക്റ്റും ഇഫക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി. ഇനി അടുത്തതാണ് ലെസ് ആൻഡ് ഫ്യൂവർ. ലെസ് ആൻഡ് ഫ്യൂവർ. ഫ്യൂ എന്ന് വെച്ചാൽ കുറവ് എന്നുള്ള, കുറച്ച് എന്നുള്ളതാണ്. ഫ്യൂവർ എന്ന് വെച്ചാൽ വളരെ കുറച്ച്. ലെസ് എന്ന് പറയുമ്പോഴും കുറവ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ കുറവ് എന്നുള്ള മീനിങ്ങിൽ വരുന്ന രണ്ട് വാക്കുകളാണ് ലെസ്സും ഫ്യൂവറും. അപ്പൊ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. രണ്ടും ഒരേ അർത്ഥമാണെങ്കിലും രണ്ട് സെൻസിലാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ലെസ് നോക്കാം. ലെസ് ഉപയോഗിക്കുന്നത് എപ്പോഴും എണ്ണാൻ കഴിയാത്ത പദങ്ങളുടെ കൂടെ, നാമപദങ്ങളുടെ കൂടെയാണ്. അതായത് ലെസ് ഈസ് ഓൾവേസ് യൂസ്ഡ് വിത്ത് അൺകൗണ്ടബിൾ നൗൺസ്. അൺകൗണ്ടബിൾ, എണ്ണാൻ സാധിക്കാത്ത രീതിയിലുള്ള അങ്ങനെയുള്ള നാമപദങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മൾ ലെസ് ഉപയോഗിക്കുന്നത്. അപ്പൊ സെന്റൻസുകൾ നോക്കാം. അവിടെ ചോറ് കുറവാണ്. ചോറ് കുറവാണെന്ന് പറയുമ്പോഴേക്കും നമ്മൾ ചോറ് എന്നുള്ള ചോറ് നമ്മൾ എണ്ണാറില്ല അല്ലെ. നമ്മളൊരു ക്വാണ്ടിറ്റി ആയിട്ട്, ഒരു അളവായിട്ടാണ് ചോറ് എടുക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ചോറൊക്കെ പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അവിടെ ചോറ് കുറവാണ് എന്നെങ്ങനെ പറയും? there is. there is. ഇവിടെ ഏതാണ് കുറവ് എന്നുള്ളത്? ലെസ് ആണ് ഉപയോഗിക്കുന്നത്. there is less rice. there is less rice. അതുപോലെ എണ്ണാൻ പറ്റാത്ത വേറൊരു, നമുക്ക് പാലിന്റെ അളവ്, പാലാവുമ്പോഴേക്കും നമ്മൾ അളന്നെടുക്കും, പക്ഷെങ്കിലും ഒരുമിച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ അതിനെ അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂട്ടത്തിലാണ് ചേർക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? there is less milk. there is less milk. വെള്ളം കുറവാണ്. water is less. water is less. ഇനി അതേസമയം നമ്മൾ ഫ്യൂവർ ഉപയോഗിക്കുമ്പോഴേക്കും അത് എപ്പോഴും ഉപയോഗിക്കുന്നത് കൗണ്ടബിൾ നൗൺസിന്റെ കൂട്ടത്തിലാണ്. അതായത് എണ്ണാൻ പറ്റുന്ന നാമപദങ്ങളുമായിട്ട് ചേർത്താണ് നമ്മൾ എപ്പോഴും ഈ ഫ്യൂവർ എന്ന് പറയുന്ന ആ ഒരു പദം ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അവിടെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ, കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ there were കുറച്ച്. fewer, there were fewer people. there were fewer people. എനിക്ക് കുറച്ച് ആപ്പിളുകളെ ഉള്ളൂ.
എനിക്ക് കുറച്ച് ആപ്പിളുകളേ ഉള്ളൂ. അപ്പൊ ആപ്പിള് നമുക്ക് എണ്ണാനായിട്ട് സാധിക്കും അല്ലെ. നേരത്തെ നമ്മൾ ആളുകളുടെ കാര്യം, ആളുകളെ നമുക്ക് എണ്ണാൻ സാധിക്കും, പീപ്പിൾ അല്ലെ. അതുപോലെ നമുക്ക് ഇവിടെ ആപ്പിളുകളെ എണ്ണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് കുറച്ച് ആപ്പിളുകളേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഐ ഹാവ്, ഐ ഹാവ് കുറച്ച്, ഫ്യൂവർ ആപ്പിൾസ്, ഐ ഹാവ് ഫ്യൂവർ ആപ്പിൾസ്. അടുത്ത രണ്ട് വാക്കുകളാണ് ഹൂ ആൻഡ് ദാറ്റ്. ഹൂ ആൻഡ് ദാറ്റ്, ഹൂം ദാറ്റും. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സെന്റൻസുകളിലും രണ്ട് സെന്റൻസിനെ കണക്ട് ചെയ്യുന്നതിന് കണക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ ഹൂം ദാറ്റും. പക്ഷേ നമ്മൾ ഹൂം ദാറ്റും ഉപയോഗിക്കുമ്പോഴേക്കും അത് രണ്ട് സെൻസിലാണ് ഉപയോഗിക്കാറുള്ളത്. ഹൂ ആൻഡ് ദാറ്റ് രണ്ടും കണക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കും, പക്ഷെ രണ്ടും രണ്ട് സെൻസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ ഉപയോഗിക്കുമ്പോഴേക്കും അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. ഹൂ ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മൾ പേഴ്സൺസിന്റെ കൂടെയാണ്, ആളുകൾ അല്ലെ, വ്യക്തികളുടെ കൂട്ടത്തിൽ വ്യക്തികളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഹൂ എന്ന് പറയുന്ന ആ ഒരു പദം ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ കണക്ടർ ആയിട്ട് ഉപയോഗിക്കുമ്പോഴേക്കും എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇന്നലെ കണ്ടുമുട്ടിയ വ്യക്തി ഒരു ടീച്ചറായിരുന്നു. ഞാൻ ഇന്നലെ കണ്ടുമുട്ടിയ വ്യക്തി. അപ്പൊ ഇവിടെ ഒരു റെഫറൻസ് ഉള്ളത് എന്താണ്? ഒരു ആളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കണക്ടർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് ഹൂ ആണ്. അപ്പൊ സെന്റൻസ് വരുമ്പോഴേക്കും നോക്കിയേ, ദ പേഴ്സൺ ഹൂ ഐ മെറ്റ് യെസ്റ്റർഡേ വാസ് എ ടീച്ചർ. ദ പേഴ്സൺ ഹൂ ഐ മെറ്റ് യെസ്റ്റർഡേ വാസ് എ ടീച്ചർ. ഞാൻ കണ്ടുമുട്ടിയ വ്യക്തി ഒരു ടീച്ചർ ആയിരുന്നു. ഇതാണ് എന്റെ കൂടെ സ്കൂളിലേക്ക് വന്ന ഫ്രണ്ട്. This is the friend who came with me to the school. This is the friend who came with me to the school. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വ്യക്തിയാണ് അല്ലെ, അതുകൊണ്ടാണ് who ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടോ? ദാറ്റ് ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മളൊരു തിങ് അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ കൂടെയാണ്. ഒരു സാധനത്തിനെ കുറിച്ച് പറയുമ്പോഴേക്കും അതിന്റെ ഒരു ലിങ്കിങ് വേർഡ് അല്ലെങ്കിൽ ഒരു കണക്ടർ ആയിട്ടാണ് നമ്മൾ ദാറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസ് നോക്കാം. ഞാൻ ഇന്നലെ കഴിച്ച ആപ്പിൾ മധുരമുള്ളതായിരുന്നു. അപ്പൊ ദി ആപ്പിൾ ദാറ്റ്, കണ്ട, ആപ്പിൾ ദാറ്റ്, ആപ്പിള് ഒരു സാധനം ആയതുകൊണ്ടാണ് നമ്മൾ ദാറ്റ് ഉപയോഗിച്ചത്. ദി ആപ്പിൾ ദാറ്റ് ഐ ഏറ്റ് യെസ്റ്റർഡേ, ദി ആപ്പിൾ ദാറ്റ് ഐ ഏറ്റ് യെസ്റ്റർഡേ വാസ് സ്വീറ്റ്. ഞാൻ ഇന്നലെ കഴിച്ച ആപ്പിൾ മധുരമുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം ദി ആപ്പിൾ അല്ലെ, ആപ്പിൾ അല്ലേ ആദ്യം കഴിച്ചത്. അപ്പൊ അതുകൊണ്ട് ദി ആപ്പിൾ എന്നിട്ട് കണക്ടർ ഉപയോഗിച്ചു ദാറ്റ്, ദി ആപ്പിൾ ദാറ്റ് ഞാൻ കഴിച്ചത്. ഐ ഏറ്റ്, എപ്പോഴാണ് കഴിച്ചത്? യെസ്റ്റർഡേ, ഇന്നലെയാണ് കഴിച്ചത്. എങ്ങനെയുള്ളതായിരുന്നു ആ ആപ്പിള്? വാസ് സ്വീറ്റ്. ഞാൻ ഇന്ന് വായിക്കുന്ന പുസ്തകം നല്ലതാണ്. ഞാൻ ഇന്ന് വായിക്കുന്ന പുസ്തകം നല്ലതാണ്. അപ്പൊ ഈ പുസ്തകം എന്ന് പറയുമ്പോൾ ഒരു സാധനമാണ് അല്ലെ, ഒരു തിങ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദാറ്റ് ഉപയോഗിക്കണം. ഒന്ന് പറഞ്ഞു നോക്കി. The book that, ഞാൻ വായിക്കുന്നു. I read, ഇന്ന് വായിക്കുന്നു. I read today. The book that I read today എങ്ങനെയുള്ളതാണ്? നല്ലതാണ്. Is good. The book that I read today is good. അടുത്ത രണ്ട് വാക്കുകളാണ് lay and lie. Lay and lie അല്ലെ. ലേ എന്ന് പറയുമ്പോഴേക്കും അതെന്താണ്? ലേ എന്ന് പറയുമ്പോൾ അതൊരു വെർബാണ്. പക്ഷേ ലേ എന്ന് പറയുന്ന വെർബിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതെന്ത് ടൈപ്പ് വെർബാണെന്ന് അറിയാമോ? ഒരു ട്രാൻസിറ്റീവ് വെർബാണ്. ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുമ്പോഴേക്കും അവിടെ ഇതിന് ഒരു ഒബ്ജക്റ്റ് ആവശ്യമാണ്. ഈ പ്രവൃത്തി ചെയ്യുമ്പോഴേക്കും അവിടെ ഒരു ഒബ്ജക്റ്റ് വേണം. ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് ആവശ്യമായിട്ട് വരുന്ന, അല്ലെങ്കിൽ കർമ്മമുള്ള ക്രിയ, കർമ്മമില്ലാത്ത ക്രിയ എന്നൊക്കെ പറയൂലേ. അപ്പൊ ആ രീതിയിൽ നമ്മളൊരു കർമ്മമുള്ള ക്രിയ എന്ന് പറയുമ്പോഴേക്കുമാണ് നമ്മളിവിടെ എന്ത് ആക്റ്റീവായിട്ടുള്ള ഒരു കർമ്മമുള്ള ക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ലേ എന്ന് പറയുന്നത്. ലേ എന്ന് വെച്ചാൽ ഇടുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇടുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ചോദ്യം വരും, എന്തിടുക? അപ്പൊ അവിടെ ഒരു ഒബ്ജക്റ്റ് കിട്ടും. അപ്പൊ എന്താണോ ഇടുന്നത് ആ വസ്തു, അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കുമ്പോഴേക്കും കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആയിട്ട് ഇത് കിട്ടും. ഞാനൊരു പുസ്തകം മേശപ്പുറത്ത് ഇടുന്നു. ഞാനൊരു പുസ്തകം മേശപ്പുറത്ത് ഇടുന്നു. ഇടുക എന്നുള്ള പറയുന്ന വാക്ക് നമുക്ക് ലേ ആണെന്ന് അറിയാം അല്ലെ. ഞാൻ ഇടുന്നു എന്ന് പറയുമ്പോ ഐ ലേ ദ ബുക്ക്. എവിടെയാണ് ഇടുന്നത്? ടേബിളിൽ അല്ലെ, മേശപ്പുറത്ത്. അപ്പൊ ഓൺ ദ ടേബിൾ. ഐ ലേ ദ ബുക്ക് ഓൺ ദ ടേബിൾ അല്ലെ. ഞാൻ ഇവിടെ ഒരു പുസ്തകം മേശപ്പുറത്ത് ഇടുന്നു എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ഇത് ഒരു
ട്രാൻസിറ്റീവ് വെർബ് ആണെന്ന് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? ഇവിടെ ഇടുന്ന എന്താണെന്നുള്ള വാക്ക് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അല്ലെ. ഞാൻ ഇടുന്നു, ഞാൻ ഒരു പുസ്തകമാണ് മേശപ്പുറത്തേക്ക് ഇടുന്നത്. അപ്പൊ ഐ ലേ വാട്ട്, ഞാൻ എന്താണ് ഇടുന്നത്? എ ബുക്ക് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് നമുക്ക് അതിൽ നിന്ന് ആ സെന്റൻസിൽ നിന്ന് കിട്ടും. അതുകൊണ്ടാണ് ഇതിനെ ഒരു ട്രാൻസിറ്റീവ് വെർബ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഐ ലേ എ ബുക്ക് ഓൺ ദ ടേബിൾ. ഇനി കോഴി മുട്ടയിടുന്നു. അപ്പൊ ഹെൻ ലേസ്, ഒരെണ്ണമല്ലേ, ഒരു കോഴി ആയതുകൊണ്ട് ലേസ്. ഹെൻ ലേസ് ആൻ എഗ്. ഹെൻ ലേസ് ആൻ എഗ്. അപ്പൊ നമുക്ക് ഇവിടെ ചോദിക്കാം ഹെൻ ലേസ് എന്തിടുന്നു, വാട്ട് എന്ന് ചോദിക്കുമ്പോ അവിടെ ആൻസർ ഉണ്ട് ആൻ എഗ്, മുട്ടയാണ് ഇടുന്നത്. മുട്ടയാണ് ഇവിടുത്തെ ഓബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇനി അടുത്ത വാക്കാണ് ഏത്? ലൈ എന്ന് പറയുന്നത്. ലൈ എന്ന് പറയുമ്പോഴേക്കും എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ലൈ എന്ന് പറയുന്ന വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു ഇൻട്രാൻസിറ്റീവ് വെർബ് ആയിട്ടാണ്. അതായത് ഇവിടെ പറയുന്നത് എന്താ, ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രിയ അല്ല, ഇവിടെ ഒരു ഒബ്ജക്റ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല. ഐ ലൈ ഡൗൺ ഓൺ ബെഡ്. ഐ ലൈ ഡൗൺ ഓൺ ബെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ കട്ടിലിൽ കിടക്കുന്നു. ഐ ലൈ ഡൗൺ ഓൺ ബെഡ് എന്ന് പറയുമ്പോഴേക്കും ഞാൻ കിടക്കുന്നു എന്ന് പറയുമ്പോ എന്ത് കിടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത് പറയാൻ പറ്റില്ലല്ലോ, ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കിടക്കുന്നു എന്നുള്ളത് അവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അവൾ ഇന്ന് രാത്രി തറയിൽ കിടക്കുന്നു എന്നങ്ങനെ നമ്മൾ പറയും. അവൾ കിടക്കുന്നു. ഷീ ലൈസ് ഡൗൺ. ഷീ ലൈസ് ഡൗൺ എവിടെയാണ് കിടക്കുന്നത്? ഓൺ ദ ഫ്ലോർ. അപ്പൊ ഇവിടെയും നമുക്കൊരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല. അപ്പൊ ഈ രീതിയിൽ ലേ ആൻഡ് ലൈ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക. അടുത്തത് ഇറ്റ്സ് ആൻഡ് ഇറ്റ്സ്, അതായത് ഇറ്റ്സ് അപ്പോസ്ട്രോഫി ഉപയോഗിച്ചുള്ളതും അപ്പോസ്ട്രോഫി ഉപയോഗിക്കാത്തതും അല്ലെ. ഇറ്റ്സ് ആൻഡ് ഇറ്റ്സ്. അപ്പൊ ആദ്യത്തെ അപ്പോസ്ട്രോഫി ഉപയോഗിക്കാണ്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഈ ഇറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും അപ്പോസ്ട്രോഫി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതൊരു പൊസസീവ് പ്രൊനൗൺ ആണ്. അതിന്റെ, ഇതിന്റെ എന്നൊക്കെ പറയൂലേ, ഇതിന്റെ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ അതിന്റെ ഒരു പൊസഷൻ, അതിന്റെ ആണ് അല്ലെങ്കിൽ ഇതിന്റെ ആണ് എന്നൊക്കെ കാണിക്കുന്നതല്ലേ. അപ്പൊ അതൊരു പൊസസീവ് ആയിട്ടുള്ള ഒരു പ്രൊനൗണിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ഇറ്റ്സ് അപ്പോസ്ട്രോഫി ഇല്ലാതെ ഉപയോഗിക്കുന്നത്. പൂച്ച അതിന്റെ കുഞ്ഞുങ്ങളെ അന്വേഷിക്കുന്നു. പൂച്ച അതിന്റെ കുഞ്ഞുങ്ങളെ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോ കാറ്റ് സെർച്ച് അല്ലെ, അന്വേഷിക്കുന്നു. കാറ്റ് സെർച്ച് എന്തിനു വേണ്ടി അന്വേഷിക്കുന്നു? ഫോർ ഇറ്റ്സ് ചിൽഡ്രൻ. ദ കാറ്റ് സെർച്ച് ഫോർ ഇറ്റ്സ് യങ്ങർ വൺസ് എന്ന് നമുക്ക് പറയാം അല്ലെ. ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് യങ്ങർ വൺസ് ആണ്. ദ കാറ്റ് സെർച്ച് ഫോർ ഇറ്റ്സ് യങ്ങർ വൺസ്. പൂച്ച അതിന്റെ കുഞ്ഞുങ്ങളെ അന്വേഷിക്കുന്നു. ഇവിടെ ഉപയോഗിക്കേണ്ടത് അപ്പോസ്ട്രോഫി ഇല്ലാത്ത, അതായത് അതിന്റെ അല്ലെങ്കിൽ ഇതിന്റെ പൊസസീവ് ആയിട്ടുള്ള ഒരു പ്രൊനൗണിന്റെ കൂട്ടത്തിലുള്ളതായതുകൊണ്ട് ഇറ്റ്സ് അപ്പോസ്ട്രോഫി ഇല്ലാതെയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇറ്റ് ഈസ് അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ഇതിന്റെ കോൺട്രാക്റ്റഡ് ഫോം ആണ്. അതായത് ചുരുക്കമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഇറ്റ്സ് എന്നുള്ള രീതിയിൽ അപ്പോസ്ട്രോഫി ഇട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. അങ്ങ് എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഈസ് ഇതാകുന്നു, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ഇതിനുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇറ്റ് ഈസ് എന്ന് പറയുമ്പോഴേക്കും അതിന്റെ കോൺട്രാക്റ്റഡ് ഫോം അപ്പോസ്ട്രോഫി ഇട്ട് നമ്മൾ ചുരുക്കമായിട്ട് ഉപയോഗിക്കുമ്പോഴേക്കും എങ്ങനെ പറയും? ഇത് ഇരുട്ടാവുകയാണ്. അപ്പൊ ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്ക്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാർക്കിന്റെ ഷോർട്ടാണ് ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്ക്. അല്ലെങ്കിൽ ഇതിന് 2 ചിറകുകളുണ്ട്. അപ്പൊ ഇറ്റ് ഹാസ് 2 വിങ്സ് എന്നല്ലേ പറയേണ്ടത്. അതിന് പകരം നമ്മൾ പറയും ഇറ്റ്സ് 2 വിങ്സ് എന്ന് പറയും. അതായത് ഇറ്റ് ഹാസിന്റെ ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് ഇറ്റ്സ് ഉപയോഗിക്കാം. അപ്പൊ ഇറ്റ് ഈസിന്റെയും ഇറ്റ് ഹാസിന്റെയും ഷോർട്ട് ഫോംസ് ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇറ്റ്സ് എന്നുള്ളത് ഉപയോഗിക്കാം. ഓക്കെ, ലാസ്റ്റ് വരുന്നതാണ് യൂസ് ഓഫ് ഡബിൾ നെഗറ്റീവ്സ് അല്ലെ. ഒരു സെന്റൻസ് ഉപയോഗിക്കുമ്പോഴേക്കും അതിനകത്ത് 2 നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആയിട്ട് മാറും. സെന്റൻസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം അതിന് വരില്ല. അപ്പൊ നമ്മൾ സെന്റൻസ് ഉപയോഗിക്കുമ്പോഴേക്കും ഒരു നെഗറ്റീവ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരു സെന്റൻസിൽ. ചിലര് 2 നെഗറ്റീവ്സ് ചേർക്കും. 2 നെഗറ്റീവ്സ് വരുമ്പോഴേക്കും ആ സെന്റൻസ് പോസിറ്റീവ് ആയിട്ടാണ് മാറുന്നത്. അപ്പൊ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കുക, ഐ ഡോണ്ട് വാണ്ട് നത്തിങ്. ഐ ഡോണ്ട് വാണ്ട് നത്തിങ്. എനിക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് സെന്റൻസിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഡോണ്ട് എന്ന് പറയുന്നതും നത്തിങ് എന്ന് പറയുന്നത് 2 നെഗറ്റീവ് ആണ് അല്ലെ. ഡോണ്ട് നെഗറ്റീവ് ആണ്, നത്തിങ് നെഗറ്റീവ് ആണ്. ഈ 2 നെഗറ്റീവ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഈ സെന്റൻസിൽ ഈ 2 നെഗറ്റീവും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആയി പോകും.
അങ്ങനെ വരുമ്പോ സെന്റൻസ് പോസിറ്റീവായിട്ട് മാറും. ഐ ഡോണ്ട് വാണ്ട് നത്തിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഐ വാണ്ട് സംതിങ്, അല്ലെങ്കിൽ എനിക്ക് എല്ലാം വേണം എന്നുള്ളൊരു മീനിങ് ആയിട്ട് മാറും. ഷീ ഡിഡ് നോട്ട് ഈറ്റ് നത്തിങ്. ഷീ ഡിഡ് നോട്ട് ഈറ്റ് നത്തിങ്. അപ്പൊ ഡിഡ് നോട്ട് നത്തിങ്, രണ്ട് നെഗറ്റീവ്. അപ്പൊ ഈ സെന്റൻസ് അവളൊന്നും തിന്നില്ല എന്നാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി കഴിയുമ്പോഴേക്കും അവസാനം വരുമ്പോ ഷീ എയ്റ്റ് എവറിത്തിങ് എന്നുള്ള രീതിയിൽ അവൾ എല്ലാം തിന്നു എന്നുള്ള അർത്ഥം വരും. അപ്പോൾ ഇതും ഒരു കോമൺ മിസ്റ്റേക്ക് ആണ്, അതും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറെ കോമൺ മിസ്റ്റേക്സും അത് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ യൂസേജസും ആണ് പഠിച്ചത്. അപ്പോൾ നിങ്ങളുടെ സംസാരത്തിലെല്ലാം ഇത് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.